ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താണ് അവിടെ ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അതിലെന്താ പ്രശ്നം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജില്ലാ സെക്രട്ടറി ആരാണ് ഏതാണ് എന്നുള്ളതല്ല പ്രശ്നം. കള്ളവോട്ട് ചേർക്കാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് കള്ളവോട്ടാണെന്ന് CPM-ന്റെ പ്രവർത്തകർ പറയും. കള്ളവോട്ടുമായിട്ട് വന്നിട്ട് വേറൊരാളുടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ SFI പ്രവർത്തകർ അത് കള്ളവോട്ടാണെന്ന് പറഞ്ഞ് അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറ്റമാണെന്ന് KK രാഗേഷ് പറയില്ല. അത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പദത്തിലിരിക്കുന്ന ആരായാലും അത് പറയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനവിടെ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ സംഘർഷം ഉണ്ടായതുകൊണ്ടല്ലേ. സംഘർഷം തടയാനല്ലേ ഞാൻ ശ്രമിച്ചുള്ളൂ. പക്ഷെ അവിടെ സംഘർഷം ഉണ്ടാവാനുള്ള കാരണം എന്താ? വേറൊരാളുടെ വോട്ടുമായിട്ട് ഒന്നിലേറെ പേർ, ഒരാളല്ല ഒന്നിലേറെ പേർ ആ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു. SFI-ക്കാർ പറഞ്ഞു ഇതല്ല വോട്ടർ. കാരണം SFI-ക്കാർക്ക് നന്നായിട്ട് അറിയാം ആ വോട്ടർ കേരളത്തിലില്ല. കാരണം അവരുടെ സഹപാഠികൾ SFI പ്രവർത്തകരാണ്. അവർ SFI-ക്കാർക്ക് വിവരം കൊടുത്തിട്ടുണ്ട്, ഇന്നയാൾ നാട്ടിലില്ല, ആ വോട്ട് കള്ളവോട്ട്, ചിലപ്പം അവിടുന്ന് കാർഡ് വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കള്ളവോട്ട് വരെ ചെയ്യാൻ അടിയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള വിവരം SFI-ക്കാർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരേ വോട്ട് ഒന്നിലേറെ ആളുകൾ ശ്രമിച്ചപ്പോഴൊക്കെ SFI-ക്കാർ തടയാൻ കാരണം അതാണല്ലോ. നിങ്ങളെ മുന്നിൽ കണ്ടതല്ലേ. അപ്പോൾ ആ കള്ളവോട്ട് ചെയ്യാനുള്ള, വ്യാജ വോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് സംഘർഷത്തിനടിയാക്കിയിട്ടുള്ളത്. തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു നുണപ്രചരണം നടത്തിയതാണ് സംഘർഷത്തിനടിയാക്കിയിട്ടുള്ളത്. തട്ടിക്കൊണ്ടുപോയോ ആരെങ്കിലും? എന്താ മുസ്ലിം ലീഗ് പരാതി കൊടുക്കാത്ത? തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പരാതി എന്താ ഇല്ലാത്ത? നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞ്, തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഗുരുതരമായ കുറ്റ, എന്തേ പരാതി ഇല്ലാത്ത? അപ്പോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കി, അതിന്റെ മറവിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് കോടതി ഉത്തരവ് കിട്ടിയിട്ടുണ്ടല്ലോ. ആ ഉത്തരവിന്റെ മറവിൽ കള്ളവോട്ട് പോലീസിന്റെ സഹായത്തോടും കൂടി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്നുള്ള പരീക്ഷണമായിരുന്നു. അതാണ് ശ്രമിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് സംഘർഷം ഉണ്ടാക്കിയത്. അപ്പൊ സംഘർഷം ഉണ്ടാക്കിയത് വളരെ ആസൂത്രിതമാണ്. കള്ളവോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഘർഷം ഉണ്ടാക്കിയത്. ആയുധമെടുത്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ വന്നത് MSF-കാരാണ്. ആ ആയുധം ഉപയോഗിച്ച് പരിക്ക് പറ്റിയ ഒറ്റ ഒരാളേ ഉള്ളൂ, അത് SFI പ്രവർത്തകനായിട്ടുള്ള വൈഷ്ണവാണ്. ഇതിൽ നിന്നൊക്കെ ആരാ സംഘർഷം ഉണ്ടാക്കുന്നത്? KK രാഗേഷാണ്. കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട. അല്ല, ഞാനത് ആദ്യമേ തന്നെ പറഞ്ഞു. CPM-ന്റെ പ്രവർത്തകരും ബന്ധുക്കളും അനുഭാവികളുമായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ പ്രശ്നത്തിന്റെ പേരിൽ യാതൊരു സംഘർഷവും ഉണ്ടാക്കാൻ പാടില്ല. 13 വർഷങ്ങൾക്ക് മുമ്പേ അരിയിൽ നടന്നിട്ടുള്ള ഒരു സംഘർഷമാണ്. ആ സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് മോഹന് പരിക്ക് പറ്റിയത്. ആ പരിക്കിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ 13 വർഷത്തിന് ശേഷമാണ് സഖാവ് മോഹൻ രക്തസാക്ഷിയാവുന്നത്. എന്നാൽ ഇപ്പോഴും നാട്ടിൽ അന്തരീക്ഷം മാറിയിട്ടുണ്ട്, പഴയ അന്തരീക്ഷമല്ല. അതുകൊണ്ട് ഈ സംഭവത്തിന്റെ പേരിൽ ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, CPM-നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും ഒരു സംഘർഷത്തിലും ഏർപ്പെടാൻ പാടില്ല. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടോ മരണം ഉണ്ടായത് എന്ന് പറയുന്നത്, അവർ പറയുന്നത് നിങ്ങൾ ആശുപത്രിയിൽ അന്വേഷിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയല്ലേ നടത്തുന്നത്? ആശുപത്രിയിൽ പോയി അന്വേഷിച്ചാൽ മനസ്സിലാകാന്നൊക്കെയാണ് പറയുന്നത്. അതെ, അത് അദ്ദേഹം തന്നെ അല്ല പറഞ്ഞല്ലോ, പരിയാരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. പക്ഷെ അദ്ദേഹം മരണപ്പെടുന്നത് AKG ആശുപത്രിയില്ല. ഇതിൽ പ്രശ്നം എന്താ? ഇങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു 13 വർഷക്കാലം ഇപ്പോഴും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എന്താ, ഒരു അക്രമത്തിന് വിധേയപ്പെട്ട ഒരാൾ ഇപ്പോൾ പുഷ്പം മരണപ്പെട്ട അണുബാധയേറ്റിട്ടാണ് മരണപ്പെട്ടത് ഏറ്റവും അവസാനം, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അണുബാധയേറ്റിട്ടാണ് പുഷ്പം മരിച്ചത്. ഒരു മനുഷ്യനെ ആക്രമിച്ച് ജീവച്ഛവമാക്കിയിട്ട് ബെഡ് റിഡനായിട്ട് 13 വർഷം ഇങ്ങനെ കിടക്കുകയാണ്. അതിനിടയിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾ ആ മനുഷ്യൻ നേരിട്ടിട്ടുണ്ടാവും.
ഈ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചത് ആരാ? എന്നിട്ടും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി എത്ര നികൃഷ്ടമായ പ്രചരണമാണ് നടത്തുന്നത്. എന്തിനു വേണ്ടി ഈ പ്രചരണം? ഇങ്ങനെ ഒരു പുകമുറ സൃഷ്ടിക്കുക. ഞങ്ങളല്ല ഉത്തരവാദി. എന്നാ കടന്നലാണ് മോഹന്റെ തലയൊട്ടി തകർത്തത് അല്ലേ? പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ? ആ പ്രചരണം നടത്തിയ ഉദ്ദേശം അതല്ലേ? ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് സഖാവ് മോഹന്റെ കുടുംബത്തോട് മാപ്പ് പറയണം. അതിന് അദ്ദേഹം തയ്യാറാവണം. അല്പമെങ്കിലും മനസ്സിൽ മാനവികതയുടെ അംശം ബാക്കി കിടപ്പുണ്ടെങ്കിൽ.